ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഞാൻ എങ്ങനെയാണ് അത് കഴിച്ചു കൂട്ടുന്നത് ഒരു ദിവസം എന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങി. ഉച്ചയ്ക്ക് നേരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വൈകും, എന്നാലും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നേരെ ഫോറം മോളിലേക്ക് ഇറങ്ങി. ഫോറം മോളിൽ പോയി കഴിഞ്ഞപ്പോൾ മീൽസ് ഓർഡർ ചെയ്തു. മീൽസ് നിങ്ങൾക്കറിയാമല്ലോ, സാമ്പാറും പിന്നെ തൈരും ഒക്കെ കിട്ടുന്നതാണ് മീൽസ് ചോറിൻ്റെ കൂടെ. പക്ഷേ ഇത് വൈറ്റ് റൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ മീനില്ല, വെജായിരുന്നു. മീനും അതേപോലെ ചിക്കനൊന്നും നമുക്ക് കിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, നേരെ വേറെ അപ്പുറത്തെ കടയിൽ തന്നെ പോയിട്ട് ചിക്കൻ ഓർഡർ ചെയ്തു. ചിക്കൻ ടിക്കയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ 2 നാനും കിട്ടി. പക്ഷെ ഞാൻ അങ്ങനെ പൊതുവെ കഴിക്കാറില്ല. ഞാൻ മെയിനായിട്ട് ചോറിൻ്റെ ആളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ചോറാണ്. 3 നേരവും ഒരു ദിവസം ചോറ് കഴിക്കാൻ ഞാൻ റെഡിയാണ്. ഇങ്ങനെ ചോറ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഓക്കെ ആട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ എല്ലാവരും പറയും ചോറ് 3 നേരം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ചോറ് അടിപൊളിയായിരുന്നു. മൊത്തം ഫിനിഷ് ചെയ്തു. ചിക്കനും അത്യാവശ്യം ഫിനിഷ് ചെയ്തു. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തോണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നേരെ ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ച് ഫോറം മോളിൽ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് ഞാൻ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ഞാൻ തുണിക്കടയിൽ പോയപ്പോൾ ടോപ്സ് കുറേ തുണികളുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ടോപ്പുകളായിരുന്നു ഇതൊക്കെ. എനിക്കിഷ്ടപ്പെട്ട ടോപ്പ് ഞാൻ നോക്കി, ഞാൻ അതൊക്കെ എടുത്തു. ഇപ്പം ഇട്ടേക്കുന്നതൊക്കെ ഞാൻ എടുത്ത ടോപ്സാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ടോപ്സായിട്ട്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇത്രയും നല്ല ക്യൂട്ടായിട്ട് ടോപ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ കളക്ഷൻസ് ഒക്കെ കൂടിക്കൂടി വരുന്നത്. ഒരു അടിപൊളി കളക്ഷനുള്ള ടോപ്പായിരുന്നു കേട്ടോ ഇത്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ശരിക്കും. ഈ വെളിരാജ്യത്തെ ആൾക്കാരൊക്കെ, ഫോറിനേഴ്സൊക്കെ ഇടുന്ന പോലത്തെ ടോപ്സ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കിട്ടും. അടിപൊളി വെറൈറ്റി ടോപ്സ്. ഇതാണ് സെക്കൻഡ് ടോപ്പ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ ഒരു ജാക്കറ്റും കൂടി ഇട്ട് അടിപൊളിയായിരിക്കും. ആദ്യം ഇട്ടതിൻ്റെ കൂടെ ജാക്കറ്റ് ഇടേണ്ട ആവശ്യമൊന്നും വരില്ല. പക്ഷെ ഇതിൻ്റെ കൂടെ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ടോപ്പ് അടിപൊളിയായിരിക്കും. വൃത്തിയേടും ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനത്തെ ടോപ്സ് ഇടാനും പറ്റും. സെക്കൻഡ് ടോപ്പ്. തേർഡ് വൺ ഞാൻ ബ്രൗൺ കളറാണ് എടുത്തത്. ഇത് ജാക്കറ്റ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് നേരെ ഇട്ടാൽ മതി. നല്ല അടിപൊളി ടോപ്പ്. കൈ കണ്ടോ, നല്ല ഫ്രിൽസ് ഒക്കെ ഉള്ളൊരു കൈ. നല്ല ഫ്രിൽസ് അല്ല, ലേസ്. നല്ല ഭംഗിയുള്ള ഒരു കൈയായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ്. ഇത് ഞാൻ എടുത്തു, ബ്ലാക്ക് വണ്ണ്. ഇത് കൈയില്ലാത്ത ടോപ്പാണ്. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല. കോട്ടൊന്നും ആവശ്യമില്ല. കോട്ടില്ലാതെ തന്നെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അത്ര ഇറക്കമില്ലല്ലോ താഴേക്ക്. ആൻഡ് ഇതും നല്ലൊരു കളക്ഷനായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ടോപ്പായിരുന്നു. ഞാൻ ഇതെടുത്ത്, ബ്ലാക്ക് വണ്ണ്. നല്ല പ്രിൻ്റഡ് പാറ്റേണും ആയിരുന്നു കേട്ടോ എനിക്കിത്. പിന്നെ ഇതൊരു ഫ്രോക്ക് എന്ന് പറയും. പിന്നെ ഞാൻ പാൻറ്റിൻ്റെ പുറത്താണ് ഇട്ടേക്കുന്നത്. പാൻറ് ഇല്ലാതെയാണ് ശരിക്കും ഇടേണ്ടത്. പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് ഈ എല്ലാം കൂടി കഴിച്ച് എനിക്ക് ബുദ്ധിമുട്ടാൻ വയ്യാത്ത കൊണ്ട് ജസ്റ്റ് മോളിൽ കൂടെ അങ്ങ് ഇട്ട് നോക്കുകയാണ്. ഇതും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഈ ഫ്രോക്ക് നല്ലൊരു ഫ്രോക്കല്ലേ, അടിപൊളി ഫ്രോക്ക്, അടിപൊളി കളക്ഷൻ. പിന്നെ ഈ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറയാല, ഈ പൂവ് ഇങ്ങനെ വന്നേക്കണ പൂവാണ് ആക്ച്വലി കേട്ടോ. ആ വെള്ള സ്പോട്ട് പൂവാണ്. നല്ല അടിപൊളി പൂവാണത്. നല്ല അടിപൊളി ഡ്രസ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കാഷ്വൽ വെയർ ആയിട്ട് എവിടെയെങ്കിലും അപ്പുറത്തേക്ക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇട്ടാൽ മതി. പിന്നെ നാളെ ഈ ടോപ്പ് ചീത്തായാലും കുഴപ്പമില്ല. നമുക്ക് വീട്ടിലും ഒക്കെ ഈ ടോപ്പുകൾ ഇട്ട് അടക്കാൻ പറ്റുന്ന അടിപൊളി ടോപ്പല്ലേ. സൂപ്പർ ടോപ്സ്. ഇതൊക്കെയാണ് ഈ മാസത്തെ എൻ്റെ കളക്ഷൻസ്, എനിക്കിഷ്ടപ്പെട്ട ടോപ്സ്. ഇനി അടുത്ത മാസം അടുത്ത കളക്ഷനുമായി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.